ഹായ് പ്രശാന്ത് പ്രവർത്തൻ PCH. പ്രിയ സുഹൃത്തുക്കളെ, ഈ വാലന്റൈൻസ് ഡേയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്. പ്രണയം എന്നത് ആർക്ക് വേണേ ആരോട് വേണേ എപ്പോൾ വേണേ തോന്നാവുന്ന ഒരു കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ നിങ്ങൾക്കൊരു വ്യക്തിയോട് ഒരു പ്രണയം തോന്നുകയാണെങ്കിൽ അത് മനസ്സിലിട്ട് ഒരുപാട് നമ്മൾ സ്വപ്നം കണ്ട് വളർത്തിക്കൊണ്ട് പോകാതെ അവരോട് എന്ന് നേരിട്ട് കാര്യം പറയുക. അത് ടെക്സ്റ്റ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ഒന്നും വേണ്ട, നേരിട്ട് എന്ന് കണ്ട് സംസാരിച്ച് കാര്യം പറയുക. ഒരു പക്ഷേ നമ്മൾ അവരെ പറ്റി ചിന്തിക്കുകയും സ്വപ്നം കാണുന്നതും കണക്ക് അവർ നമ്മളെ അങ്ങനെ കാണണമെന്നില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ നമ്മളൊരു ജസ്റ്റ് ഫ്രണ്ടായിട്ടായിരിക്കും കാണുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു ആഗ്രഹത്തെ മനസ്സിലിട്ട് വളർത്തി ഭയങ്കര ഒരു സംഭവമാക്കിയിട്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ഹെൽത്തിനെ അത് ബാധിക്കും. അതിനെ ഭേദം നേരിട്ട് എന്ന് കാര്യങ്ങൾ പറയാം. ഒരു പക്ഷേ നിങ്ങൾക്കത് പോസിറ്റീവായിട്ടൊരു മറുപടി കിട്ടും. അങ്ങനെ കിട്ടുകയാണെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി അതല്ല, റിജക്ഷൻ ആണെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുക. അവർ നമ്മളോട് ഓപ്പണായിട്ടുള്ള കാര്യം പറഞ്ഞു, അവരോടൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും വെക്കേണ്ട കാര്യമില്ല. അവരുടെ എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഒരു പക്ഷേ നമ്മൾ റിജക്റ്റ് ചെയ്തിട്ടുണ്ടാകാം. അത് ആ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ മനസ്സിലാക്കി അവരുടെ ആ ഒരു റിജക്ഷനെ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അപ്പം ഏറ്റവും ബെസ്റ്റ് പരിപാടി ഉള്ളത് പോയി തുറന്നു പറയുക. അതിനൊരു വാലന്റൈൻസ് ഡേ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് എപ്പോൾ തോന്നുന്നു അപ്പോൾ പോയി പറയുക. കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇനി റിജക്ഷൻ കിട്ടിയെന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. പിന്നെ നിങ്ങൾ ചെയ്യാനുള്ളൊരു അടുത്ത പരിപാടി എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് ഫോക്കസ് ചെയ്യുക. ഫോക്കസ് യുവർ വർക്ക്, ഫോർഗെറ്റ് ദ റിസൾട്ട്, ഇറ്റ് വിൽ ഹാപ്പൻ എന്ന് പറഞ്ഞിടക്ക് അതിലെങ്കിലും നമ്മൾ സക്സസ് ആവും. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ചങ്കുകൾക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. ഉന്മാദം ഉച്ചിയിൽ പൂക്കട്ടെ.